നമസ്തേ, പ്രണവസംഗീതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എല്ലാ വ്യക്തികൾക്കും അല്ലെങ്കിൽ എല്ലാവർക്കും ഏതൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും ഉണ്ടാകുന്ന സർവകാര്യ തടസ്സങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാവുന്നതും അല്ലെങ്കിൽ തടസ്സങ്ങൾ മാറാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു വിശേഷ മന്ത്രത്തെ പറ്റിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മളെല്ലാവരും ഓരോ കാര്യങ്ങൾക്കായിട്ട് യാത്ര തിരിക്കുകയും അല്ലെങ്കിൽ ഓരോ വിശേഷ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ യാത്ര തുടങ്ങുമ്പോഴും ചില വ്യക്തികൾ നമ്മളോടൊക്കെ പറയാറുണ്ട്, നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അതെല്ലാം തടസ്സങ്ങളാണ് എന്ന്. ചില ആൾക്കാർക്കെങ്കിലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ അവരവരുടെ നിത്യജീവിതത്തിൽ അങ്ങനെയുള്ള തടസ്സങ്ങൾ ചിലപ്പോൾ 1, 2, 3 പ്രാവശ്യമെങ്കിലും നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് വന്നു ചേരുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയുള്ള തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് ചില ദേവതകളെ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മന്ത്രത്തിലൂടെ ദേവതകളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ഈ തടസ്സങ്ങൾ മാറ്റാൻ സാധിക്കുന്നതാണ്. അതിന് വിശേഷാൽ ഉപയോഗിക്കുന്ന ഒരു മന്ത്രമാണ് ഗണപതി മന്ത്രമാണ്. വക്രതുണ്ട മഹാകായാം സൂര്യകോടി സമപ്രഭാം നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവദാ എന്ന ഈ മന്ത്രം നമുക്ക് ജപിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മന്ത്രസിദ്ധിയിലൂടെ നമ്മളുടെ കാര്യതടസ്സങ്ങൾ മാറാൻ ഏറെ സഹായിക്കുന്ന ഒരു മന്ത്രമാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിലൂടെ സൂചിപ്പിക്കുകയാണ്. ഈ ഒരു മന്ത്രം ജപിക്കുന്നതിന് നല്ല രീതിയിൽ ശുദ്ധാനുശുദ്ധങ്ങൾ പാലിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച് നിത്യവും രാവിലെയോ വൈകുന്നേരമോ 2 നേരവും ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അതല്ലെന്നുണ്ടെങ്കിൽ രാവിലെയോ വൈകുന്നേരമോ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ നോക്കിയിരുന്ന് ഈ മന്ത്രം 21 അല്ലെങ്കിൽ 11, 41, 108 പ്രാവശ്യം എങ്കിലും നമ്മൾ ജപിക്കുക. ജപിക്കുമ്പോൾ ഗണപതി ഭഗവാന്റെ സ്വരൂപം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മന്ത്രം നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ ജപശുദ്ധിയിലൂടെ നമുക്ക് നമ്മളുടെ കാര്യതടസ്സങ്ങൾ മാറുകയും വിഘ്നങ്ങൾ മാറുകയും നമുക്ക് എന്താണോ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം വളരെ വേഗത്തിൽ തന്നെ നമുക്ക് കാര്യം സാധിച്ചു കിട്ടുന്നതായിരിക്കും. അതിന് വെള്ളിയാഴ്ച ദിവസമോ അല്ലെന്നുണ്ടെങ്കിൽ 11 ദിവസം അടുപ്പിച്ച് ചെയ്യുന്നതും 21 ദിവസം അടുപ്പിച്ച് ചെയ്യുന്നതും 41 ദിവസം അടുപ്പിച്ച് ചെയ്യുന്നതും ഏറെ നല്ലതാണ്. അല്ലെന്നുണ്ടെങ്കിൽ 7 വെള്ളിയാഴ്ചകളിലോ അല്ലെങ്കിൽ 11 വെള്ളിയാഴ്ചകളിലോ ഈ ഒരു ജപം നമുക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് ഈ ഒരു മന്ത്രം ജപിക്കുന്നത് ഏറെ നല്ലതായിരിക്കും. പിന്നെ സ്ത്രീകൾ ആണിത് ജപിക്കുന്നത് എങ്കിൽ അവർക്ക് അവരുടെ ശുദ്ധാനുശുദ്ധങ്ങൾ പാലിച്ച് അവർക്ക് എത്രമാത്രം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങൾ, അതായത് അവരുടെ പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദിവസങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു മന്ത്രം 7, 11, 21 ദിവസം ചെയ്യുന്നത് അവരുടെയും ഇഷ്ടകാര്യങ്ങൾക്ക് ഏറെ നല്ലതായിരിക്കും. ഈ ഒരു മന്ത്രജപം നമ്മളുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രയോജനപ്പെട്ടു അല്ലെങ്കിൽ ചെയ്യുന്നവർക്ക് എത്രമാത്രം പ്രയോജനകരമായിട്ടുണ്ട് എന്ന് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള മറ്റു വിവരങ്ങൾ അറിയുന്നതിന് നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിലൂടെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു വീഡിയോ പ്രയോജനപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.